എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ജൂൺ 30 വരെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 30 വരെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ അതായത് ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എത്ര വേക്കൻസീസ് ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് അത് ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഒരു ഒറ്റ ആപ്ലിക്കേഷനിലൂടെ തന്നെ വിവിധ ജില്ലയിലെ സ്കൂളിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള സ്കൂളുകളും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു ആലപ്പുഴ ജില്ലയിലേക്ക് കൂടി അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജില്ലയിലെയും അതുപോലെ തന്നെ ഈ ഒരു തിരുവനന്തപുരം ജില്ലയിലെയും ആ ഒരു സ്കൂളുകളിൽ ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ 0 വേക്കൻസി ഉണ്ടെങ്കിൽ കൂടി എനിക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ 0 വേക്കൻസി ഇല്ലാത്ത ഓപ്ഷനുകൾ കൂടി നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെറും 0 ഓപ്ഷൻ മാത്രമുള്ള വേക്കൻസി മാത്രം കൊടുക്കരുത്. അതോടൊപ്പം തന്നെ വേക്കൻസി ഉള്ള ആ ഒരു സ്കൂളുകൾ കൂടി ഓപ്ഷനായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ല ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് അവിടേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ കോഴ്സുകൾ ഏതൊക്കെയാണ്, അവിടെ ഏതൊക്കെയാണ് വേക്കൻസി ഉള്ളതെന്ന് ഞാൻ നോക്കുന്നു. അപ്പോൾ എനിക്ക് ലാബ് ടെക്നീഷ്യൻ, ഫാർമ, ബയോളജിക് ആൻഡ് മെഡിക്കൽ ഡിവൈസ് വെറ്റ് ലാബ് എന്നുള്ളത് കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതിന് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണ്, അതായത് വിവിധ തരം കോഴ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, 4 വീലർ സർവീസ് ടെക്നീഷ്യൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ ആഗ്രഹം, അതുപോലെ ഓർഗാനിക് ഗ്രോവർ ഉണ്ട്, അതുപോലെ വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിട്ട് വരാനായിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഡെയിലി വരാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും അറിയാതെ വളരെ ദൂരെയുള്ള സ്കൂളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂൾ ഏതൊക്കെയാണ് അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക. വളരെ ദൂരെയുള്ള സ്കൂൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമല്ല. എന്നാൽ നിങ്ങൾക്ക് പോയിട്ട് വരാനുള്ള ഒരു സൗകര്യം കണക്കിലെടുത്ത് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് വളരെ ദൂരെയുള്ള സ്കൂളൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. അതുപോലെ വേക്കൻസി ഉള്ള സ്കൂളുകൾ ഓപ്ഷനായിട്ട് ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു PDF നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അപേക്ഷിച്ചാൽ മതി. സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയാത്തവർ അക്ഷയയോ ഇൻ്റർനെറ്റ് കഫേകളോയോ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷയിൽ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുതുക്കേണ്ടത്. ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെ രജിസ്റ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വേക്കൻസി അറിയാൻ വ്യൂ വേക്കൻസി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, പാസ്വേഡ് എന്നിവ കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാം, അതുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ചിലപ്പോൾ OTP ചോദിക്കും. അപ്പോൾ അങ്ങനെയിൽ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് പിന്നീട് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയ ശേഷം സേവ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട പുതിയ ഓപ്ഷനുകൾ നൽകുക. അതായത് പുതുതായിട്ട് ഇതിൽ പുതിയ ഓപ്ഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. കാരണം പഴയ ഓപ്ഷനൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ടുള്ള ഓപ്ഷനുകൾ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അതായത് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്തെങ്കിലും തെറ്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. കാരണം ഒരു തവണ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ മുഖ്യ അലോട്ട്മെൻറ്റിലും അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് 2025 ജൂൺ 26 മുതൽ അപേക്ഷിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാം. തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിൽ NSQF അധിഷ്ഠിതമായിട്ടുള്ള 43 കോഴ്സുകളിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. അപേക്ഷയിലെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC മാർക്ക് ലിസ്റ്റിലെ എല്ലാ കാറ്റഗറിയിലും അപേക്ഷയിലേക്ക് അതുപോലെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഇയോവ, മുസ്ലിം, മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, പിന്നോക്ക ക്രിസ്ത്യൻ, ലത്തിൻ, കത്തോലിക്ക, ധീവര, വിശ്വകർമ്മ, കുശവൻ, കുടുംബി എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ SSLCയിൽ പൊതുവെ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഇവ ഓരോന്നും പ്രത്യേക കാറ്റഗറികളായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഓരോ ജാതിയുടെയും കാറ്റഗറി മനസ്സിലാകുന്നതിനായിട്ട് പ്രോസ്പെക്ടസിലെ അനുബന്ധം 3 നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഇതുവരെ അപേക്ഷിക്കാത്തവർ ഈ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് വഴി പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് അപേക്ഷിക്കണം. ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥി ലോഗിൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷനുകൾ നൽകുന്നതിനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായിട്ട് സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ടതുമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പ്രവേശനം കഴിഞ്ഞുള്ള ഒഴിവുകളിലായിരിക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷയെ പരിഗണിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേക്കൻസി കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് ആവശ്യമുള്ള കോഴ്സുകളാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.